ലയണൽ മെസ്സിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ കഥയാണ് ഓർമ്മ വരുന്നത്. ആയുസ്സുള്ള കാലത്തോളം ആഘോഷിക്കാനുള്ള നിമിഷങ്ങളാണ് മെസ്സി തന്നിരിക്കുന്നത്. ലോകകപ്പ് ഫൈനലിൽ മെസ്സി നമുക്ക് വേണ്ടി ചെയ്തത് മനുഷ്യസാധ്യമായ കാര്യങ്ങളല്ല, പകരം നൽകാൻ നമുക്ക് കൈവശം എന്താണുള്ളത്. ലോകകപ്പിൽ ചുംബിച്ചു നിൽക്കുന്ന മെസ്സിയെ കാണുമ്പോൾ കണ്ണ് നിറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരിൽ പ്രിയപ്പെട്ടവനായ മെസ്സി നിങ്ങൾക്ക് തരാൻ ഈ ആനന്ദക്കണ്ണീർ മാത്രമേയുള്ളൂ. മെസ്സിയുടെ പരാജയത്തിന് വേണ്ടി ഇതുപോലും പരിശ്രമിക്കുന്നു എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ. അർജന്റീന 2 തവണ ഫ്രാൻസിന്റെ വലകുലുക്കിയപ്പോൾ എല്ലാം ശുഭകരമായി പര്യവസാനിക്കുകയാണ് എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇടിമിന്നലായി മാറിയ എംബാപ്പെ കളിയെ അധിക സമയത്തിലേക്ക് കൊണ്ടുപോയി. സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിന്റെ മുൻ നായകനായ ജെഫ് ബോയ്ക്കോട്ട് ഒരിക്കൽ അഭിപ്രായപ്പെട്ടിരുന്നു, സച്ചിൻ തെണ്ടുൽക്കർ മഹാനായ ബാറ്ററായിരിക്കാം, പക്ഷെ അദ്ദേഹം ലോർഡ്സിൽ സെഞ്ചുറി അടിച്ചിട്ടില്ല. നമ്മുടെ സ്വന്തം ഹർഷ ബോഗ്ലെ അതിനൊരു ക്ലാസിക് മറുപടി കൊടുത്തിരുന്നു. സത്യത്തിൽ ആരുടെ നഷ്ടമാണത്, സച്ചിന്റെയോ അതോ ലോർഡ്സിന്റെയോ? മെസ്സിയുടെ കാര്യവും സമാനമാണ്. ലോകകപ്പ് വിജയത്തോടെ മെസ്സി പൂർണ്ണനായി എന്ന വിലയിരുത്തൽ ഉചിതമാണ്. ഗ്രീറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന പ്രശംസ മെസ്സി എന്നേ നേടിക്കഴിഞ്ഞതാണ്. മെസ്സിയിലൂടെ പൂർണ്ണത കൈവരിക്കുന്നത് ലോകകപ്പിനാണ്. ഖത്തർ ലോകകപ്പ് നാം അഭിമാനപൂർവ്വം കണ്ടിരുന്നു. മെസ്സി എന്ന ഒറ്റയാൾ പട്ടാളം ഒരു രാജ്യത്തെ എവറസ്റ്റിനോളം ഉയർത്തിയത് നാം കണ്ണുനിറയെ കണ്ടിരുന്നു.